അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങില്ല, ഇറാനെ സഹായിക്കുമെന്ന് ചൈന ആവർത്തിച്ചു. മേഖല സമാധാനത്തിൽ നിന്ന് മാരകമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് രാഷ്ട്ര ഭരണാധികാരികളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഈ ഖത്തറിൻ്റെ ഭാഗത്തിൽ നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും നേർക്ക് നേരെ സഹകരിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറുണ്ടാക്കി ആ കരാറിൻ്റെ ലംഘനം അമേരിക്ക ആരും കാണാതെ നടത്തുന്നു എന്നുള്ളതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ഇതിനോടനുബന്ധിച്ച് ഇറാൻ ഒമാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാനിലുള്ള സമാന്തര പാത അത് അടച്ചു പൂട്ടണമെന്നും തങ്ങളുമായിട്ട് സഹകരിക്കണമെന്നും ഈ മേഖലയിലൂടെ നിങ്ങളുടെ കപ്പൽ നീങ്ങുന്ന സമയത്ത് പോലും ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആയതിനാൽ ആ മേഖലയിലുള്ള മറ്റ് കപ്പലുകൾ പ്രവേശിക്കുന്ന പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കരുത് എന്നാണ് പറഞ്ഞത്. അഥവാ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യരുത് എന്ന് ചുരുക്കം. ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ നീങ്ങാമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മൾ വ്യവസ്ഥ ചെയ്തതും അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നതുമാണ്. അവിടെ നിന്നും ആരും ചുങ്കം വാങ്ങുകയോ ഏതെങ്കിലും ഒരു കപ്പലുകൾക്ക് പ്രശ്നമുണ്ടാവുകയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ആ പ്രശ്നങ്ങൾ മുഴുവനും തുടങ്ങിയത് അമേരിക്കയാണ്. അവരുടെ സമ്മർദ്ദത്താലും അവരുടെ നിലപാടിനുമനുസരിച്ചാണ് നമ്മൾ നിലപാട് മാറ്റേണ്ടി വന്നത്. ഹോർമുസ് സ്വതന്ത്ര പാതയായിരുന്നു. പിന്നീട് ഉണ്ടായത് 2026 ഈ മാസം ഫെബ്രുവരി 28 തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല 148ഓളം കുട്ടികളെ കൊലപ്പെടുത്തി, സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തി, കൂട്ടക്കൊലകളാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. ആ സമയത്ത് തങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നതും ഒരു യുദ്ധ മാർഗം എന്ന് പറയുന്നതും ഹോർമുസ് കടലാണ്. ഞങ്ങളത് ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെതിരെ സമാന്തര പാത ഉണ്ടാക്കി അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും തങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളത് ചോദ്യം ചെയ്യും. അത് ഒമാനോട് പറഞ്ഞു. ഒമാൻ്റെ കടൽ തീരത്തുള്ള 2 കപ്പലിനെ ഇതിനു മുൻപ് ഇറാൻ ആക്രമിച്ചിട്ട് അതിന് ന്യായീകരണം അവർ പറഞ്ഞ അതാണ്. ഈ മേഖലയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കപ്പലിന് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് അത് അനുവദിക്കരുത്. ഖത്തറിനും സൗദി അറേബ്യക്കും ഇറാൻ നൽകിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന മുന്നറിയിപ്പ്, ഹോർമുസ് കടലിൻ്റെ ഒരു ഭാഗവും സുരക്ഷിതമല്ല, തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കും. അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ മാസം 8-ാം തീയതി നടന്നതാണ്. 8-ാം തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം 9-ാം തീയതിയായിരുന്നു ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന അവരുടെ ആത്മീയ നേതാവിനെ അടക്കം ചെയ്യുന്ന ദിവസം. അതിൻ്റെ തലേ ദിവസം ആക്രമണം നടത്തി കഴിഞ്ഞാൽ തങ്ങൾ പ്രതികരിക്കില്ലെന്ന് അവർ മനസ്സിലാക്കി കൃത്യതയോടുകൂടി തങ്ങൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു. അതിൽ സൗദി അറേബ്യയുടെ കപ്പൽ മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് അപ്പാടെ തന്നെ പകുതിയോളം മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഖത്തറിൻ്റെ കപ്പൽ വലിച്ചു അയച്ചിട്ട് ഏകദേശം ഒമാൻ്റെ തീരത്ത് എത്തിച്ചിട്ട് ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 3ാമതൊരു കപ്പലിനെ കുറിച്ച് ഒരു വിവരമില്ല. ഈ ഒരു ആക്രമണമാണ് 8-ാം തീയതി നടക്കുന്നത്. 9-ാം തീയതിയോട് കൂടിയിട്ട് ആയത്തുള്ള അലി ഖംനായി അടക്കം ചെയ്തു. അതോട് കൂടിയിട്ട് അത്രയും കാലം ഉണ്ടായിരുന്ന അവരുടെ പ്രയാസവിഷമങ്ങൾ അവസാനിച്ചു. നേതാവിനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മതപരമായ രീതിയിൽ രാജ്യനിയമ വ്യവസ്ഥ പ്രകാരം കൃത്യതയോടുകൂടി കോടിക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ വിശാലമാക്കപ്പെട്ട മരണാനന്തര ചടങ്ങായിട്ട് അവർക്ക് ഈ യുദ്ധഭൂമിയിൽ ആ ആഘോഷം നടത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് അമേരിക്കയോടൊപ്പം ചൂട്ട് പിടിച്ച് നിൽക്കുന്ന എല്ലാ പ്രവർത്തനവും ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടെല്ലാം തങ്ങൾ തീർച്ചയായിട്ടും ആക്രമണം നടത്തുമെന്നുള്ളത് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിൻ്റെ ആവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ നമ്മൾ ഈ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് പ്രധാനപ്പെട്ടതാണ്. അത് ഒമാൻ്റെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമഗ്രമായ രീതിയിലുള്ള ഒരു ഏകോപനം അവരുടെ ഷിയ മിലീഷ്യ വിഭാഗങ്ങൾക്കിടയിൽ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം വരാൻ പോകുന്നത് ഇസ്രായേൽ നേരെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. മേഖലയിൽ പരമാവധി അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ തകർന്നിട്ടുണ്ട്. ഏത് തരത്തിൽ പറഞ്ഞാൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും ഈ അമേരിക്കക്ക് പോലും അറിയില്ല. എന്തെങ്കിലുമൊക്കെ അത് ചെയ്ത് കൂട്ടുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. അതിന് മാരകമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആകാശത്ത് പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇറാൻ്റെ
തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ളതാണ്. ഇനി ഓർമുസിൻ്റെ വിഷയം കഴിഞ്ഞാൽ അവിടെയും തീരുന്നില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികൾ പ്രതിരോധിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ കപ്പൽ കടത്തി വിടുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ബാബുൽ മന്ദബ് ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഏറ്റവും ചെറിയ കടലിടുക്ക്, ആ കടലിടുക്കിലൂടെയാണ് വലിയ കടലിലേക്ക് കപ്പൽ പ്രവേശിക്കേണ്ടത്. ഈ നിയന്ത്രണങ്ങളൊക്കെ ഷിയാ വിഭാഗത്തിൻ്റെ കൈവശത്തിലാണ്. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന 2 കപ്പൽ പാതയും അതിന് നിയന്ത്രണം കൊടുക്കുന്നത് ഇറാനാണ് എന്ന് പറയുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ കാഠിന്യം വളരെ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് 5 കൊല്ലത്തോളം 5ാമത്തെ വർഷമാണിപ്പോൾ. പക്ഷേ ആ 2 യുദ്ധം കൊണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രയാസങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടോ? ഇല്ല, നമുക്കതറിയാം, ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പിന്നീട് ഇതിന് മുൻപ് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ സുഡാനിൽ ആഭ്യന്തര കലാപം നടന്നു. എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഗസയുമായിട്ട് ഇസ്രായേൽ 2 വർഷം യുദ്ധം നടത്തി. എന്തെങ്കിലും പ്രശ്നം മറ്റു ലോക രാജ്യത്തിനുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇറാനെ തൊട്ടതോടുകൂടി കളി മാറി. നമ്മൾ പോലും പെട്രോളിയത്തിന് അധികം പണം കൊടുക്കേണ്ടി വന്നു. പെട്രോളിയത്തിന് അധികം പണം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ വിപണിയിലെ എല്ലാ മാർക്കറ്റിനും വില കൂടും. വില കൂടിക്കഴിഞ്ഞാലോ അതിൻ്റെ അധികം പണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ സ്ഥിതിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. നമ്മളപ്പോൾ കൂട്ടി വായിക്കുന്ന സമയത്തുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ സംവിധാനങ്ങളും ഇപ്പോഴത്തെ ഭരണകൂടവും അതേ രീതിയിൽ സ്ഥായിയായ രീതിയിൽ നിലനിൽക്കണം. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്ക അവരെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാര്യം ഒരിക്കൽ പോലും അമേരിക്ക ചൈനയെ നേരിട്ട് ആക്രമിക്കില്ല. നേരിട്ട് ആക്രമിച്ചാൽ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കാനുള്ള യോഗം പോലും ഒരു പക്ഷേ അമേരിക്കക്ക് ഉണ്ടാവില്ല. അത്രക്ക് തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇറാന് മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു അമേരിക്കയെ ഈ ചൈനയുടെ മുമ്പിൽ എങ്ങനെയൊക്കെയാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തരത്തിലുള്ള സഹായവും ഇറാൻ ചെയ്തു കൊടുക്കും. റഷ്യയും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമില്ലായിരുന്നു എന്ന് കരുതുക. ഒരു വാദത്തിന് വേണ്ടി നമ്മൾ പറയുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമില്ലാതിരിക്കുകയും ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു തലത്തിലേക്ക് യുദ്ധം പോകുമെന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും സംയുക്തമായ രീതിയിൽ എങ്ങനെയായിരുന്നോ സദ്ദാം ഹുസൈനെ അന്നത്തെ ജോർജ് ബുഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം അട്ടിമറിക്കപ്പെട്ടത്, സമാന സ്ഥിതി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോകുന്നത്. ആ രീതിയിൽ നിന്ന് അട്ടിമറിയപ്പെട്ടത് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുള്ളത് കൊണ്ട് അവരിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 യുദ്ധത്തിൻ്റെ മാരകമായിരിക്കുന്ന മുറിപ്പാട് ലോകത്തെ മുഴുവനും യഥാർത്ഥത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ആണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ പക്ഷം ചേരുമ്പോൾ ഈ ഭാഗത്തും പക്ഷം ചേരാനുണ്ടാവും. അങ്ങനെ 2 പക്ഷം ചേരുന്ന സമയത്ത് യുദ്ധം കഠിനമാകും. യുദ്ധം കഠിനമായാൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. 1ാം ലോക യുദ്ധവും 2ാം ലോക യുദ്ധവും ഒക്കെ പറയുന്ന സമയത്ത് വിജയിച്ച രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അതിസമ്പന്നരാണ്, ശക്തരാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യങ്ങളായിട്ട് അമേരിക്ക മാറിയത് 2ാം ലോക യുദ്ധത്തിൽ അവർ വിജയിച്ചതോട് കൂടിയിട്ടാണ്. 1ാം ലോകത്തിൽ ബ്രിട്ടനായ ഏറ്റവും വലിയ ശക്തി. ബ്രിട്ടൻ്റെ കാലത്താണ് തുർക്കി വീഴുന്നത്, അഥവാ ഓട്ടോമാൻ സാമ്രാജ്യം വീഴുന്നത്. അതോടുകൂടി അറേബ്യൻ മേഖല അപ്പാടെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ബ്രിട്ടന് സാധിച്ചു. 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചതോട് കൂടിയിട്ട് ജപ്പാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നു. അവിടെ പോയി ഏകദേശം 75 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ സൈനിക ബേസ് ജപ്പാനിൽ അമേരിക്കക്കുണ്ട്. ആ സൈനിക ബേസിൽ നിന്നാണ് ഇറാനിലെ ഫോർദോ എന്ന് പറയുന്ന ആണവ റിയാക്ടറിന് നേരെ അമേരിക്ക യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് സ്ഫോടനം നടത്തിയത്. എന്ന് 2ാം ലോകത്തിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിക്കൊണ്ട് കീഴടക്കപ്പെട്ട ആ രാജ്യത്തിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരോ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കീഴടങ്ങേണ്ട ഒരു സ്ഥിതി വന്നാൽ പിന്നീട് അവിടെ സർവാധിപത്യം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഭരണത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിസന്ധിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന, നമുക്കറിയാം. അവിടേക്ക് ഏറ്റവും കൂടുതൽ പെട്രോളിയം നൽകുന്നത്
ഇറാനാണ് എന്നുള്ളത് അറിയാം. ഇറാൻ വെനിസ്വേല നൽകല്, വെനിസ്വേല പിടിച്ചെടുത്തതോട് കൂടിയിട്ട് പിന്നെ വെനിസ്വേല പെട്രോളിയം കിട്ടാതായി. ഇറാൻ കൂടി ഇല്ലാതായി കഴിഞ്ഞാലോ 140 കോടി ജനങ്ങൾ പ്രതിസന്ധിയിലാവും. ഏറ്റവും വില കുറവിലും ഏറ്റവും കൂടുതലും ഏറ്റവും എളുപ്പത്തിലും ഇറാനിൽ നിന്ന് ലഭിക്കുന്ന പെട്രോളാണ് ചൈന ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതത്ര എളുപ്പത്തിൽ അവസാനിക്കുന്ന ഒരു യുദ്ധമായിട്ട് നമ്മൾക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ചുരുക്കം.